ഹലോ, ഇന്ന് ഞാനൊരു മാസ്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മോനെ സ്കൂളിലോട്ട് കൊണ്ടുവന്നാക്കിയതിന് ശേഷം ആ ഒരു വേഷത്തിൽ ഇരുന്നിട്ട് തന്നെ കേട്ടോ ആ ഒരു വർക്കിൻ്റെ പകുതി മുക്കാലും ചെയ്തു വെക്കുന്നത്. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബാക്കി ഇതുപോലെ അങ്ങനെ രാത്രിയും പിന്നെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നല്ലൊരു മഴക്കാറൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും അതൊന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ ഞാനിതാ അവിടെ മാസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ വൺ ടൈം യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള മാസ്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ കളറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു ബ്ലൂ കളറാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിതാ ഈ ഒരു 4 സൈഡിലത്തെയും ആ ഒരു കട്ടി കയറിയിട്ടുള്ള ഭാഗമല്ലേ അതൊന്ന് കത്രിക വെച്ചിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് നിവർത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് തുല്യ അളവിൽ ഒരു 3 ഭാഗമാക്കിയിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിന് ശേഷം അതൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ. മാസ്ക് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായിട്ടൊന്ന് പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആ 3 ആക്കിയിട്ട് മടക്കിയതിന് ശേഷം കത്രിക വെച്ചിട്ട് അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു നൂലുണ്ടയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മാസ്കിനോട് യോജിച്ച കളർ എടുക്കാം, ഇല്ലെങ്കിൽ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തിരിച്ചറിയില്ല നമ്മുടെ ഈ ഒരു നൂല്. അപ്പോൾ ഞാനിതാ 2 ഇഴയായിട്ട് എടുത്തതിന് ശേഷം നൂലിൽ സൂചിയിലൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ 3 എണ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടില്ലേ അതിൽ ഒരെണ്ണം എടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ അത് ആ ഒരു വൈറ്റ് ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് മടക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ഇതാണ്ടോ, ഇങ്ങനെയാണ് മടക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആ ഒന്ന് സൂചി വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ അത് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരേപോലെ തന്നെ പിടിച്ചിട്ട് വേണം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മുഴുവനായിട്ട് അങ്ങ് തുന്നിയെടുക്കാം. ഇനി നമുക്ക് ആ ഒരു 2 ഭാഗത്തെയും കൂടി നൂലൊന്ന് പിടിച്ച് വലിക്കണം. അപ്പോൾ അതാണ്ടില്ലേ ഇതൊന്ന് ചുരുണ്ടിങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ആ ഒരു 2 ഭാഗത്തെയും കൂടെ നൂല് നമുക്ക് പിടിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കൊടുക്കാം. അപ്പോൾ ഒരു 1-2 തവണ അങ്ങ് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ നിന്ന് വിട്ടു പോരില്ല കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ആ ഒരു താഴ്ഭാഗത്തെ നൂലിലേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു നൂല് നമുക്ക് ഒന്ന് മുറിച്ച് കളയാം. പിന്നെ ആ ഒരു സൂചി കോർത്തിട്ടുള്ള ആ ഒരു ഭാഗത്തെ നൂല് മുറിച്ച് കളയരുത്. ഇനി നമുക്ക് ഇതാ ഈ ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു ഭാഗമല്ലേ അതിതാ അങ്ങനെ ഒന്ന് മുകളിലോട്ടൊന്ന് മുഴുവനായിട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പൂവിന് ഒരുപാട് ലെയറുകളുണ്ട്. ആ ഒരു വൈറ്റ് കളർ തന്നെ ഒരു 2-3-4 ലെയറുകളുണ്ടാവും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിത് അങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. എൻ്റെ കയ്യിൽ റിംഗ് ലൈറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രശ്നം നന്നായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് ഇത്രയും വെളിച്ചക്കുറവുള്ളതായിട്ട് കണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് ആ ഒരു ഇത് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ഇതാ മുകളിലോട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൂവിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് തുന്നിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുഴുവൻ ലെയറുകളും പിടിച്ചിട്ട് തുന്നരുത്. അവസാനത്തെ 2 ലെയറുകളിൽ അത് മാത്രം അങ്ങ് കൂട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് തുന്നിയെടുക്കണം. ഇനി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് ലെവലാക്കി കൊടുക്കുക. ഇനി ഞാനിത് അങ്ങനെ ഒരു ടിംറ്റി ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ B7000 പറഞ്ഞിട്ടുള്ള ഈ ഒരു പശ അങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പശയ്ക്ക് 70 രൂപയാണ് വില വരുന്നത്. ഇനി ഞാനിതാ ഈ ഒരു പൂവ് ഇതിലോട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൂവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊരു ഗോൾഡൻ കളർ മുത്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൂവ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു മുത്ത് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പൂവ് ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാസ്ക് കൊണ്ടുള്ള ഒരു ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പറയില്ലല്ലോ മാസ്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇനി ഈ പൂക്കൾ വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ ഒരു ക്രാഫ്റ്റും കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ അങ്ങനെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഒരു കമ്പി ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു ഗോൾഡൻ കളർ മുത്തെടുത്തിട്ട് ഇത് അങ്ങനെ ഒന്ന് വളച്ച് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൂവിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി നമുക്കിതാ ഈ ഒരു കമ്പി ഒന്ന് കടത്തി കൊടുക്കാം. അപ്പോൾ അതങ്ങ് സെറ്റാക്കി ഇടുന്നോളും. ഇനി ഇതിൻ്റെ തണ്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചുറ്റലിൽ നമുക്ക് 1-2 തവണ മേലക്ക് ചുറ്റണം. അത് കഴിഞ്ഞിട്ട് ഒറ്റ തവണയായിട്ട് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുട്ടുകളാണ് തയ്യാറാക്കി എടുക്കാനുള്ളത്. അതിന് ശേഷം ഇതാ ഒരു വൈറ്റ് പോർഷനില്ലേ അത് നമുക്കിങ്ങനെ ചുരുട്ടിയിട്ട് ഈ ഒരു ബ്ലൂ കളറിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഫ്ലവർ മേക്കിൻ്റെ ആ കമ്പി ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ചിട്ട് ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഇതാ അങ്ങനെ ഒന്ന് തിരിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചുരുട്ടി പിടിച്ചതിന് ശേഷം ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് കെട്ടി കൊടുക്കാം.
വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആ മുട്ടിൻ്റെ ഈ ഒരു നൂലൊന്നും മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണ്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഗ്രീൻ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നൂല് ചുറ്റിയ ആ ഭാഗം മുതൽ നമുക്ക് ഇതാ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രീൻ ടേപ്പ് കയ്യിലില്ലാത്തവർ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവുമല്ലോ പച്ച, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്താലും മതിയാവും. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് മുട്ടുകൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂവും മുട്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ആവുന്ന രീതിയിലൊരു മുട്ട് വെക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു കമ്പികൾ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഇത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി ആകുമ്പോഴത്തേക്കും ഇത് ചുറ്റിയെടുക്കാൻ നല്ല സുഖമായിരിക്കും. ഈ പൂവിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ കളർ അക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ടാണ് അത് ചുറ്റിയെടുക്കുന്നത്. എൻ്റെ പല വീഡിയോസിലും പല രീതിയിൽ ഇലകൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂങ്കുല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് അടുത്ത വീഡിയോയുമായിട്ട് കാണാം.